ഗതാഗത വകുപ്പിന്റെ പരിശോധനയിൽ സ്വകാര്യ ബസ്സുകളുടെ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ നിയമലംഘനം നടത്തിയ 46 ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. കല്ലട ബസ്സിൽ യാത്രക്കാരനെ മർദ്ദിച്ച കേസിൽ സേലത്തു നിന്നുള്ള യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി. സ്വകാര്യ ബസ്സുകളുടെ നിയമലംഘനം കണ്ടെത്താൻ ചെക്ക് പോസ്റ്റുകളും അതിർത്തികളിലുമായിരുന്നു ഗതാഗത വകുപ്പിന്റെ പ്രധാന പരിശോധന. തിരുവനന്തപുരത്താണ് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്, 22 എണ്ണം. പാലക്കാട് 18ഉം കാസർഗോഡ് 6ഉം വയനാട് 2 ബസ്സുകൾക്കും നിയമലംഘനം നടത്തിയതിന് നോട്ടീസ് നൽകി. വഴിയിൽ നിർത്തി യാത്രക്കാരെ കയറ്റുക, പാഴ്സൽ കയറ്റുക എന്നിവയാണ് പ്രധാന നിയമലംഘനങ്ങൾ. ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ് വരും ദിവസങ്ങളിലും തുടരും. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാടെത്തി. മർദ്ദനമേറ്റ സേലത്തു നിന്നുള്ള 2 യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താനാണ് തമിഴ്നാടെത്തിയത്. കേസിൽ അറസ്റ്റിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകും. CCTV ദൃശ്യങ്ങളിൽ പരിശോധന തുടരും. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന ബസ്സിനടുത്തേക്ക് ചെല്ലുന്ന 5 പേരും പിടിയിലായെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.